السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്ര വിവരണത്തിൻ്റെ ഭാഗമായി ഗസ്വത്തു ഹുനൈൻ അഥവാ ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ അവസരത്തിലൂടെ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം ഏവരും മനസ്സിലാക്കിയതുപോലെ ഹിജറ 8-ാമത്തെ വർഷം മക്കം ഫത്ഹ് അഥവാ മക്ക വിജയം ഉണ്ടായി എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കി. മക്ക വിജയിച്ചടക്കിയതോടുകൂടി ഇസ്ലാമിലേക്ക് ധാരാളക്കണക്കിന് ആളുകൾ കീഴ്പ്പെടുകയും കൂട്ടം കൂട്ടമായി ഇസ്ലാമിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അതോടുകൂടി വിഗ്രഹ മതത്തിന്റെ പതാക നിലംപതിക്കുകയാണുണ്ടായത് എന്ന് നമുക്കറിയാം. എന്നാൽ അപ്പോഴും ഹവാസിൻ, സഖീഫ് എന്നീ ഗോത്രക്കാർ അവരുടെ പഴയ വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുകയായിരുന്നു. രണ്ട് പ്രബല ഗോത്രങ്ങളായിരുന്നു ഹവാസിൻ എന്ന് പറയുന്ന ഗോത്രവും സഖീഫ് എന്ന് പറയുന്ന ഗോത്രവും. ഈ രണ്ട് വിഭാഗവും അവരുടേതായ അവിശ്വാസത്തിൽ, ശിർക്കിൽ തന്നെ നിലകൊണ്ടു എന്ന് മാത്രമല്ല, അവരുടെ ദുരഭിമാനം പോയില്ല. അവർക്ക് ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും രോഷം കൂടുകയാണ് ചെയ്തത്. മാത്രമല്ല, അവർ തീരുമാനിച്ചു മുഹമ്മദിന്റെ അടുത്ത പടയൊടുക്കം ഇങ്ങോട്ടായിരിക്കും, തായിഫും ഹുനൈനുമൊക്കെ അടങ്ങുന്ന പ്രദേശത്തേക്കായിരിക്കും. അതുകൊണ്ട് ഒരു യുദ്ധത്തിന് അവർ ഇങ്ങോട്ട് വരുന്നതിന്റെ മുമ്പേ അങ്ങോട്ട് യുദ്ധം ചെയ്യണം എന്ന് തീരുമാനിച്ചു മുമ്പേ അതിനു വേണ്ട രൂപത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളുമൊക്കെ ഹവാസിൻ ഗോത്രക്കാര് ഒരുക്കിയിരുന്നു. അവർക്ക് അതിന് സഹായമായി കൊണ്ട് ഗത്ഫാൻ പോലെയുള്ള വേറെ ചില ഗോത്രങ്ങളും അവരുടെ കൂടെ സഹകരിച്ചിരുന്നു. അങ്ങനെ ചുരുക്കി പറയട്ടെ, സർവ്വ തയ്യാറെടുപ്പുകളോടും കൂടി ഹവാസിൻ സേന
ഒരു യുദ്ധത്തിന് വേണ്ടി ശക്തമായ നിലക്ക് തന്നെ പടയൊരുക്കം നടത്തുകയാണ്. മറ്റു യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശത്രുക്കൾ ഈ യുദ്ധത്തിൽ മറ്റൊരു തന്ത്രം കൂടി സ്വീകരിക്കുകയാണ്. എല്ലാവരെയും യുദ്ധത്തിന് കൊണ്ടുവരുന്ന തന്ത്രം. അതായത് അവരുടെ പുരുഷന്മാര് മാത്രമല്ല, അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ സമ്പത്തിന്റെ സ്രോതസ്സായി അറിയപ്പെടുന്ന അവരുടെ ആടുമാടൊട്ടകങ്ങളെയും കുതിരകളെയും എല്ലാത്തിനെയും കൊണ്ടാണ് യുദ്ധരംഗത്തേക്ക് അവർ വന്നത്. അതിലൊരു തന്ത്രമുണ്ടായിരുന്നു. ഈ യുദ്ധത്തിന്റെ നായകനായിരുന്ന മാലിക് ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് ശത്രുനിരയിലായിരുന്ന മാലിക് ബിൻ ഔഫ് ആണെന്ന് അവരുടെ നേതാവ്. അയാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു തന്ത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആരും പിന്നെ ഒളിച്ചോടൂല. തങ്ങളുടെ പിന്നിൽ നിർത്തിയിരിക്കുന്ന തങ്ങളുടെ ഭാര്യമാര്, കുട്ടികള്, സ്വത്ത്, ആടുമാട്, ഒട്ടകങ്ങള്, കുതിരകള് എല്ലാം ഉണ്ടായിട്ട് അതൊക്കെ വിട്ടേച്ചുകൊണ്ട് ഓടിപ്പോകാൻ ആർക്കും ധൈര്യം വരൂല. എല്ലാവരും ഉറച്ചു നിന്നോളും യുദ്ധത്തിൽ. അതുകൊണ്ട് നമുക്ക് തന്നെയായിരിക്കും വിജയമെന്ന് മാലിക് ബിൻ ഔഫ് എന്ന നേതാവ് പറഞ്ഞപ്പോൾ അവരുടെ പട്ടാളക്കാരിൽപ്പെട്ട ദുറൈദ് എന്ന് പറയുന്ന പട്ടാളക്കാരൻ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മാലിക്കേ, നിങ്ങൾ ഈ പറയുന്നതൊന്നും അത്ര ശരിയല്ല. യുദ്ധരംഗത്ത് നിന്ന് ഒരാൾ തിരിഞ്ഞോടാൻ വിചാരിച്ചാൽ പിന്നെ അവന്റെ കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടായാലും തിരിഞ്ഞോടും. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നല്ല സൈന്യവും പട്ടാളവുമായി കൊണ്ട് തന്നെ പോയാൽ മതി, ഇവരെയൊന്നും കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ നായകന്മാരുടെ കൂട്ടത്തിൽ സ്വാധീനമുണ്ടായിരുന്ന മാലിക് ബിൻ ഔഫിന്റെ തീരുമാനമാണ് അംഗീകരിക്കപ്പെട്ടത്. അങ്ങനെ മുമ്പൊരിക്കലുമില്ലാത്തത്ര ശക്തമായ ഒരു പടയെടുപ്പ് അവരുടെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും മാടുകളും ഒട്ടകങ്ങളും മാടുകളും കുതിരകളും എല്ലാത്തിനെയും വഹിച്ചുകൊണ്ടുള്ള 10-20,000-ഓളം വരുന്നവര് സേന, അതാണ് അവർ രൂപീകരിച്ചത്. ശക്തമായ നിലക്കുള്ള മുന്നേറ്റം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ പടപ്പുറപ്പാടിന്റെ വിവരമറിഞ്ഞു. ശവ്വാൽ ആദ്യവാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറപ്പെട്ടു. മക്ക ജയിച്ചടക്കുന്നത് റമദാനിലാണെന്ന് നമുക്കറിയാം. അതിന്റെ ശേഷം കുറച്ച് ദിവസമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും അവിടെ തങ്ങിയിട്ടുള്ളൂ. ശേഷം ഈ പടപ്പുറപ്പാട് അറിഞ്ഞപ്പോൾ ശവ്വാൽ ആദ്യവാരത്തിൽ തന്നെ മക്കയിൽ പതിവ് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ പ്രവർത്തിച്ചിരുന്ന നാട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ അവിടെ പകരം ഒരു ഖലീഫയെ, പ്രതിനിധിയെ നിശ്ചയിക്കാറുണ്ട്. ഇതാബ് ബിൻ ഉസൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ മക്കയിൽ തന്റെ പ്രതിനിധിയായി നിശ്ചയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പുറപ്പെട്ടു. പതിവിന് വിപരീതമായി കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു സൈന്യമായിരുന്നു ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെട്ടത്. അഥവാ മദീനയിൽ നിന്ന് മക്ക ജയിച്ചടക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ 10,000-ഓളം സഹാബികൾ അന്ന് കൂടെയുണ്ടായിരുന്നു. അവർക്ക് പുറമെ മക്ക ജയിച്ചടക്കിയതിന്റെ ശേഷം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. അങ്ങനെയുള്ള പുതുവിശ്വാസികളും മുശ്രിക്കുകളാണെങ്കിൽ തന്നെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ഒരൽപ്പം സ്നേഹത്തിലും സഹകരണത്തിലും നിന്നിരുന്ന ഏതാനും അമുസ്ലിമീങ്ങളും അടക്കമുള്ള 12,000-ഓളം വരുന്ന സേനാ സംഖ്യയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയാണ്. ഹുനൈൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഹുനൈൻ എന്ന പ്രദേശം മക്കയുടെയും ത്വായിഫിന്റെയും ഇടക്കുള്ള പ്രദേശമാണ്. മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് ഏതാണ്ട് 90 കിലോമീറ്ററോളമാണ് ഇന്നുള്ളത്. അതിന്റെ ഇടക്കുള്ള പ്രദേശമാണ് ഹുനൈൻ. ആ ഹുനൈൻ എന്ന് പറയുന്ന താഴ്വരയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. അപ്പൊ മദീനയിൽ നിന്ന് മക്കയിലേക്ക് കൂടെ വന്നിരുന്ന 10,000-ഓളം ആളുകളും പിന്നീട് മക്കയിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതുവിശ്വാസികൾ അടങ്ങുന്ന 2,000-ഓളം വരുന്ന ആളുകളും അടക്കം 12,000-ഓളം വരുന്ന സേനാ അംഗങ്ങളുമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പുറപ്പെടുന്നത്. അങ്ങനെ ശത്രുസേനയുടെ വിവരങ്ങൾ മണത്തറിയാനും അത് മനസ്സിലാക്കുവാനും വേണ്ടി ചാരസംഘത്തിന്റെ നേതാവായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ പറഞ്ഞയക്കുകയാണ്. ഒരു പട്ടാളക്കാരൻ അവരുടെ കേന്ദ്രങ്ങളിൽ പോയി വിവരങ്ങളൊക്കെ അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, വമ്പിച്ച പട്ടാളമാണ്, വമ്പിച്ച സൈന്യമാണ്, ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ സൈന്യമാണ്. ആടുകളുണ്ട്, മാടുകളുണ്ട്, കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, അവരുടെ സർവ്വ സമ്പത്തും കൊണ്ടുവന്നിട്ടുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുണ്ട്. പതിവിന് വിപരീതമായി എല്ലാം അണിനിരത്തിക്കൊണ്ടുള്ളൊരു വരവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രതികരണം, വരട്ടെ, തിൽക ഗനീമത്തുൽ മുസ്ലിമീന ഗദൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊക്കെ നാളെ മുസ്ലിമീങ്ങൾക്കുള്ള ഗനീമത്താണ്, അതൊക്കെ നാളെ മുസ്ലിമീങ്ങൾക്കുള്ള ഗനീമത്തായിരിക്കും. എത്ര സമ്പത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ടോ നല്ലത് തന്നെ, ഒക്കെ നമുക്ക് കിട്ടാനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചു.
അങ്ങനെ ഈ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹുനൈനിലേക്ക് പോകുന്ന യാത്രാമധ്യേ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ചില ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സംഘത്തിൽ തൗഹീദ് അങ്ങനെ ഉറച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ അങ്ങോട്ട് കടന്നു വന്ന ആളുകളുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് അധികമൊന്നും പഠിച്ചിട്ടില്ലാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം മനസ്സിൽ ഉറച്ചിട്ടില്ലാത്ത പുതുമുസ്ലിമീങ്ങളുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെടുന്ന കുറെ ആളുകളും ഇവരുടെ കൂട്ടത്തിലുണ്ടല്ലോ. അങ്ങനെ ഈ 10-12,000 ആളുകൾ ഇങ്ങനെ ഹുനൈനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ വഴിക്ക് വെച്ച് ആളുകൾ കാണുകയാണ് ഒരു മരം, ഒരു വൃക്ഷം കാണുകയാണ്. എന്താണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത? അവർക്കറിയാം നന്നായി. ആ വൃക്ഷം അറിയപ്പെടുന്നത് ദാത്തു അൻവാത്ത് എന്ന പേരിലാണ്. എന്താണ് ദാത്തു അൻവാത്ത് എന്ന മരത്തിന്റെ പ്രത്യേകത? മുശ്രിക്കുകൾ അവരുടെ വാളുകൾ തൂക്കിയിട്ടിരുന്ന ഒരു വൃക്ഷമായിരുന്നു അത്. എന്തിനു വേണ്ടി വാളുകൾ തൂക്കിയിടുന്നു? വാളവര് ആ വൃക്ഷത്തിന്റെ കൊമ്പിൽ തൂക്കിയിട്ടിരുന്നത് കേവലം ഒരു തൂക്കിയിടാനല്ല, വേറെ എവിടെയും വാള് വെക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ബർക്കത്തെടുക്കുന്ന മരമായിരുന്നു. ആ മരത്തിൽ വാള് അല്പനേരം കൊളുത്തിയിട്ടിട്ട് പിന്നെ ആ വാളും എടുത്ത് യുദ്ധത്തിന് പോയാൽ യുദ്ധം പരാജയപ്പെടൂല എന്നുറച്ചു വിശ്വസിച്ചിരുന്നു മുശ്രിക്കുകൾ. അങ്ങനെ അവര് പ്രത്യേകം ബർക്കത്തും പുണ്യവും പ്രതീക്ഷിച്ചിരുന്ന, അവര് പ്രാർത്ഥിച്ചിരുന്ന, ആ നിലക്ക് പുണ്യം പ്രതീക്ഷിച്ചിരുന്ന, ബർക്കത്ത് പ്രതീക്ഷിച്ചിരുന്ന ഒരു പുണ്യവൃക്ഷം എന്ന് അവര് കരുതിയിരുന്ന ഒരു മരമുണ്ടായിരുന്നു. അതിന്മേൽ വാള് തൂക്കിയിട്ടിട്ട് ആ അറബികൾ യുദ്ധത്തിന് പോവുക. ഈ കാഴ്ച അറേബ്യൻ ആളുകൾ കാണുകയാണ്. ഈ ഹുനൈനിക്ക് പോകുന്ന വഴിയിലാണ് ഈ മരമുള്ളത്. ഇത് കണ്ടപ്പോ ചില ആളുകൾ, ഈ കൂട്ടത്തിലുള്ള ചില ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. നബിയെ, അവർക്ക് ദാത്തു അൻവാത്ത് മരമുള്ളത് പോലെ നമുക്കും ഒരു മരം നിശ്ചയിച്ചു തരുമോ? നമുക്കും വേണം ഒരു മരം. അവർക്ക് വാള് തൂക്കിയിടാൻ ഒരു മരമുണ്ട്, നമുക്കും വേണ്ടേ ഒരു മരം, ഒരു പുണ്യവൃക്ഷം നമുക്കും വേണ്ടേ എന്നവര് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, കമാ ഖാല ഖൗമു മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. എന്തൊരു കഷ്ടമാണ് നിങ്ങൾ ഈ പറയുന്നത്. അല്ലാഹു മഹാപരിശുദ്ധൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തെയും കൊണ്ട് അതേ രക്ഷപ്പെട്ടു പോകുന്ന നേരത്ത് ആ സമുദായത്തിലെ ചില ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമിനോട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവർക്ക് ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ചില ദൈവങ്ങളെ നിശ്ചയിച്ചു തരുമോ എന്ന മൂസാ നബിയോട് ജനങ്ങൾ ചോദിച്ച പോലത്തെ ചോദ്യമാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. അരുതാത്ത ചോദ്യമാണല്ലോ നിങ്ങൾ ചോദിച്ചത്. അള്ളയിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് അള്ള നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ബറക്കത്തെടുക്കാനോ, അള്ള നിശ്ചയിച്ചിട്ടില്ലാത്ത ഒന്നിൽ നിന്ന് പുണ്യം പ്രതീക്ഷിക്കാനോ? അങ്ങനെ നിങ്ങൾ പുണ്യം പ്രതീക്ഷിക്കുന്നത് അതിനെ ഇലാഹാക്കലാണ്. അത് ശിർക്കിന്റെ സമ്പ്രദായമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങൾ, ആളുകളൊക്കെ അള്ളയല്ലാത്തവരെ ആരാധിക്കുന്ന ദൈവങ്ങളെ കണ്ടപ്പോ മൂസ, ഞങ്ങൾക്കും വേണം ഇതുപോലെ ആരാധിക്കുവാൻ ചില ദൈവങ്ങളെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ നിങ്ങളുടെ ഈ പുണ്യവൃക്ഷത്തിനുള്ള ആവശ്യപ്പെടൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം, ലതർകബുന്ന സുന്നത മൻ ഖബലകും, നിങ്ങളെ മുമ്പുള്ളവരെ സമ്പ്രദായം നിങ്ങളും തുടരുക ചെയ്യും. നിങ്ങളെ മുൻപുള്ളവരുടെ സമ്പ്രദായം നിങ്ങളും തുടരും. പഴച്ചുപോയ യഹൂദി നസറാനികളുടെ ചരിത്രം, അതേ അവരുടെ വേണ്ടാത്തതൊക്കെ ഈ സമുദായവും പിന്തുടരുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലതർകബുന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഇൻ ബിദിറാഇൻ. അതേ മുൻഗാമികളുടെ സമ്പ്രദായങ്ങളെ ചാണിന് ചാണെന്നോണം മുഴത്തിന് മുഴമെന്നോണം നിങ്ങളും പിന്തുടരുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമുദായത്തിന്റെ ദുഷിച്ച ആചാരങ്ങളെ പിന്തുടരരുത് എന്ന താക്കീത് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മുൻഗാമികളുടെ ആ ചര്യ നിങ്ങളും പിന്തുടരുവല്ലേ, അത് നിങ്ങൾക്ക് പറ്റിപ്പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ കാണുന്ന വിശ്വാസ രംഗത്തുള്ള പുഴുക്കുത്ത്, അതേ അള്ള നിശ്ചയിച്ചതിലേ ബറക്കത്തുള്ളൂ. അള്ള ഒരു വസ്തുവിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബറക്കത്തുണ്ട്. അള്ള നിശ്ചയിക്കാത്ത ഒന്നിൽ ബറക്കത്ത് നിശ്ചയിക്കാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ടാണ് അള്ള നിശ്ചയിച്ചതിലൂടെ മാത്രമേ ബറക്കത്ത് ആഗ്രഹിക്കാൻ പാടുള്ളൂ. അല്ലാത്തത് കൊണ്ട് ബറക്കത്ത് തേടൽ ശിർക്കായി സമ്പ്രദായമായി മാറുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ആ വിശ്വാസ രംഗത്തുള്ള പോരായ്മ, അവർക്ക് അധികം വിവരമില്ലല്ലോ. കാരണം ഇസ്ലാമിലേക്ക് പെട്ടെന്ന് കടന്നു വന്നിട്ടുള്ള 12,000-ഓളം ആളുകൾ ഈ ടീമിലുണ്ട്.
അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായിട്ട് അറിയൂല. അതിന് വിരുദ്ധമായി വരുന്ന വിശ്വാസങ്ങൾ എന്തൊക്കെ, സമ്പ്രദായങ്ങൾ എന്തൊക്കെ എന്നറിയാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് യാത്രാമധ്യേ ഉണ്ടായ ഈ ഒരു അബദ്ധം തിരുത്തി കൊടുക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം ഈ യുദ്ധത്തെ സംബന്ധിച്ച് പറയാനുള്ളത്, വേറൊരു ദുഷിച്ച ചിന്തയും ആളുകളിൽ ഉണ്ടായി. ഈ യുദ്ധത്തിന് പുറപ്പെടുന്ന ആളുകൾക്കിടയിൽ വരാൻ പാടില്ലാത്ത വേറൊരു ചിന്ത കൂടി വന്നു. അതെന്താണ് ഖുർആൻ പറയുന്നത്? ഇത് അഅജബതുക്കും കസറതുക്കും, നിങ്ങളുടെ സംഖ്യാധിക്യം നിങ്ങളെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. അഥവാ നമ്മൾ തരക്കെടില്ലാന്നൊരു തോന്നൽ ഈ സൈന്യാംഗങ്ങൾക്ക്. ഇതുവരത്തെ പോലെയല്ല ഇപ്പൊ നമ്മൾ മക്ക ജയിച്ചടക്കിയിട്ടാ പോകുന്നത്. നമ്മുടെ കൂടെ 1ഉം 2ഉം ആയിരങ്ങളല്ല, 10,000 12,000-ഓളം വരുന്ന സൈന്യമുണ്ടല്ലോ. ഒരു ശക്തിക്കും ഇനി നമ്മെ പരാജയപ്പെടുത്താനാവില്ല. അത്രത്തോളം നമ്മുടെ കൂടെ ആളുണ്ട്. നമ്മൾ വല്ലാതെ വളർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്ക് പരാജയം വരൂല എന്ന നിലക്ക് അവരുടെ സംഖ്യയുടെ ആധിക്യം അവരെ വല്ലാതെ ഒന്ന് ആശ്ചര്യപ്പെടുത്തിയിട്ട് മനസ്സിലൊരൽപ്പം അഹങ്കാരം തോന്നിപ്പോയി. അത് ഖുർആൻ വിമർശിക്കുകയാണ്. എന്നാൽ ആ സമയത്തും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു അഹങ്കാരം കടന്നു വന്നില്ല. ആൾബലം കൊണ്ടല്ലല്ലോ വിജയമുണ്ടാകുന്നത്. ആളും അർത്ഥവുമൊന്നും ഉണ്ടായത് കൊണ്ട് വിജയിച്ചോളണം എന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ എല്ലാവരെയും ഉത്ബോധിപ്പിച്ചു കൊണ്ടിരുന്നു, സഹോദരങ്ങളെ, അരുതാത്ത ചിന്തയൊന്നും ഉണ്ടാകരുത്, അരുതാത്ത തോന്നലുകളൊന്നും ഉണ്ടാവരുത്. പടച്ച റബ്ബാണ് വിജയം തരേണ്ടത്, അള്ളയാണ് നമുക്ക് വിജയം തരേണ്ടത്. അവിടുന്ന് ഇങ്ങനെ അവർ കേൾക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ബിക ഉഹാവിൽ വബിക ഉസാവിൽ വബിക ഉഖാതിൽ. അല്ലാഹുവേ, നിനക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത്, നിന്നെ കൊണ്ടേ പോരാട്ടം വിജയിക്കൂ, നീ മുഖേന മാത്രമേ സഹായം കിട്ടുകയുള്ളൂ, നിനക്ക് വേണ്ടി നിന്റെ പേരിലാണ് ഞാൻ പോരാടുന്നത് എന്നിങ്ങനെ അല്ലാഹുവിൽ തവക്കുലാക്കുന്ന മനസ്ഥിതി ഒരിക്കലും വിട്ടുപോകാതെ ആ ആളുകൾക്ക് മനസ്സുകളിൽ ഒരിക്കലും റബ്ബല്ലാത്തവരിലേക്ക് തവക്കുൽ വന്നു പോകാതിരിക്കാനും അവരുടെ മനസ്സില്ലതാ നമ്മൾ ജയിക്കും എന്നൊരു ദുരഭിമാനം വരാതിരിക്കാനുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കേൾക്കെ അല്ലാഹുവിൽ ഇങ്ങനെ തന്റെ കാര്യം തവക്കുലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ സൈന്യത്തിന്റെ ഈ ദുരഭിമാന ബോധമൊന്നും ഫലം ചെയ്തില്ല. മുസ്ലിമീങ്ങളുടെ മുന്നണി സൈന്യം മുന്നോട്ട് നീങ്ങുകയാണ്, ഹുനൈനിലേക്ക് നീങ്ങുകയാണ്. ഹുനൈനിലെത്തിയപ്പോൾ ശത്രുക്കളുടെ വമ്പിച്ച ഒരു ഒളി സൈന്യം അവരെ പെട്ടെന്ന് കടന്നാക്രമിക്കുന്നു. ശത്രുക്കൾ ഒളിഞ്ഞു നിന്നിരുന്ന ഒരു സൈന്യം ഈ മുസ്ലിം സേനയുടെ മുന്നണി പോരാളികളെ ആക്രമിക്കുകയാണ്. ആക്രമിച്ചു എന്ന് മാത്രമല്ല, പൊടുന്നനെയുള്ള ശക്തമായ ഈ ശരമയ്യലിൽ, അതേ അക്രമങ്ങളിൽ മുസ്ലിമീങ്ങളതാ പിന്തിരിഞ്ഞു ഓടുന്നു. മുസ്ലിമീങ്ങളതാ ഹുനൈനിന്റെ ഈ ആദ്യഘട്ടത്തിൽ ഇടക്ക് വെച്ച് പിന്തിരിഞ്ഞോടുകയാണ്, ഓടിക്കൊണ്ടേയിരിക്കുന്നു. സൈന്യത്തിന്റെ സമനില തെറ്റിപ്പോയി, ഭൂരിപക്ഷം ആളുകളും പിന്തിരിഞ്ഞോടി എന്നാണ് ചരിത്രം പറയുന്നത്. 10-12,000-ഓളം വരുന്ന ആളുകളുണ്ട്. അതെ, ആ സമൂഹത്തിന്റെ പിടിച്ചു നിൽക്കാനാവാതെ സമനില വെറ്റിക്കൊണ്ട് ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് പതറിയില്ല. കൂടെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ സ്വഹാബിമാരുണ്ട്. അങ്ങനെ ചുരുക്കം ചില സ്വഹാബിമാര് വളരെ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അസാമാന്യമായ ധീരതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. അവിടുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, യാ മഅ്ശറൽ മുസ്ലിമീൻ, ഓ മുസ്ലിമീങ്ങളെ, അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. ഹലുമ്മൂ ഇലയ്യ, ഓടിപ്പോകല്ല, എൻ്റെ അടുത്തേക്ക് വരൂ. അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. എന്തേ നിങ്ങൾ ഓടിപ്പോകുന്നത്? നിങ്ങൾക്ക് വിശ്വാസമില്ലാതായോ? യുദ്ധം പരാജയപ്പെടുമെന്ന് തോന്നുന്നുവോ? അനൻ നബിയ്യു ലാ കദിബ് അന ഇബ്നു അബ്ദിൽ മുത്തലിബ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ്, കള്ളം പറയുകയല്ലല്ലോ. അള്ളാന്റെ റസൂലാണ് ഞാനെങ്കിൽ എന്നോടല്ല വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് മുഅ്മിനീങ്ങൾക്ക് വിജയമുണ്ട്, മുത്തഖീങ്ങൾക്കാണ് നല്ല പര്യവസാനമുള്ളത്.
അതിൽ ഉറച്ചു വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് പതറിപ്പോകല്ല, അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് ഞാൻ. അതേ പാരമ്പര്യമുള്ള ഉപ്പാപ്പയുടെയും അതേ ആ നിലക്കുള്ള കുടുംബത്തിലെ ആളാണ്. അതുകൊണ്ട് ഉറച്ചു നിൽക്കൂ, ആരും അങ്ങോട്ട് ഓടിപ്പോകല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കേട്ടവരിൽ ചിലരൊക്കെ തിരിച്ചുവിടാൻ തുടങ്ങി, ചിലരൊക്കെ മടങ്ങി വരാൻ തുടങ്ങി. പക്ഷേ പലർക്കും പരിഭ്രമം കാരണത്താൽ, ഭയപ്പാട് കാരണത്താൽ ഓടി രക്ഷപ്പെടാൻ പോലും ഭൂമിയിൽ സ്ഥലമില്ലാത്ത പോലെ അവർക്ക് കുടുസായി തോന്നി. അത്ര പേടിച്ചുപോയി. ഖുർആൻ ആരംഗം പറയുന്നത് വദാഖത് അലൈക്കുമുൽ അർദു ബിമാ റഹബത് സുമ്മ വല്ലൈതും മുദ്ബിരീൻ. നിങ്ങൾക്ക് ഭൂമി കുടുസായതുപോലെ തോന്നി, ഭൂമി നിങ്ങൾക്ക് ഇടുക്കമായി അനുഭവപ്പെട്ടുവല്ലേ? ബിമാ റഹബത്ത്, വിശാലമായ ഭൂമിയായിരുന്നിട്ട് പോലും നിങ്ങൾക്ക് ഓടാൻ പോലും സ്ഥലം തികഞ്ഞില്ല എന്ന മട്ടിലായി പോയോ? സുമ്മ വല്ലൈതും മുദ്ബിരീൻ, അങ്ങനെ നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടിക്കളഞ്ഞല്ലോ. അങ്ങനെ ആളുകളൊക്കെ ഓടുകയാണ്. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ഉടനെ ആ കൂട്ടത്തിൽ വളരെ ശബ്ദമുയർത്തിയാൽ ധാരാളക്കണക്കിന് ഫർലോങ്ങുകൾക്കപ്പുറം ശബ്ദം മുഴക്കം അനുഭവപ്പെടുന്ന നല്ല ശബ്ദത്തിന്റെ ഉടമയായിരുന്നു തന്റെ പിതൃവ്യൻ കൂടിയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളോട് പറഞ്ഞു, അബ്ബാസെ വിളിച്ചു പറയൂ, എല്ലാവരോടും ഓട്ടം നിർത്തി തിരിച്ചു വരാൻ പറയൂ. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എല്ലാവരെയും യാലിൽ അൻസാർ യാലിൽ മുഹാജിരീൻ, ഓ മുഹാജിറുകളെ, അൻസാറുകളെ എല്ലാം വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് തിരിച്ചു വരൂ, മടങ്ങി വരൂ എന്നിങ്ങനെ അദ്ദേഹം വിളിച്ചു ഉച്ചത്തിൽ പറയുന്നു. ആ വിളി കേട്ടപ്പോ എന്തോ ഒരു അത്ഭുതമെന്ന നിലക്ക് എല്ലാവരും തിരികെ വരാൻ തുടങ്ങി. എല്ലാവരുടെയും മനസ്സ് മാറുന്നു, പേടി പോകുന്നു. അല്ലാഹു അതിനെപ്പറ്റി പറയുന്നു, സുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. അതേ ആ പരിഭ്രമത്തിന്റെ തിരിച്ചോട്ടത്തിന്റെ ശേഷം അല്ലാഹു റസൂലുള്ളാഹിക്കും സത്യവിശ്വാസികളുടെയും ഒക്കെ ഖൽബുകളിൽ സമാധാനം ഇറക്കി കൊടുത്തു, ശാന്തി ഇറക്കി കൊടുത്തു. തീർന്നില്ല, വ അൻസല ജുനൂദൻ ലം തറൗഹാ, അവർക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സേനയെ അല്ലാഹു ഇറക്കുകയും ചെയ്തു. ആരാണവര്? മലക്കുകൾ. മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സഹായിക്കുകയാണ്. അങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതേ അവർക്കൊരു പുതിയ ഉന്മേഷം വീണ്ടും കിട്ടുകയാണ്. ശത്രുക്കളുടെ നേരെ അവർ കുതിച്ചു ചാടി. യുദ്ധരംഗത്തിന്റെ ഗതി പറ്റേ മാറി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ഹമിയൽ വതീസ്, യുദ്ധരംഗം ചൂടായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, പോരാടൂ വിശ്വാസികളെ, പിന്തിരിയാതെ മുന്നേറൂ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ശത്രുക്കളുടെ നേരെ ഓടിപ്പോയവരൊക്കെ തിരിച്ചു വന്ന് ശക്തമായി തിരിച്ചടി തുടങ്ങുകയാണ്. അതിനിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി ചരൽക്കല്ല് വാരിയിട്ട് ശത്രുക്കളുടെ നേരെ എറിയുന്നു. ഒരു പിടി ചരൽക്കല്ല് വാരിയിട്ട് ശത്രുക്കളുടെ നേരെ അങ്ങ് എറിയുകയാണ്. മുഅ്ജിസത്ത് സംഭവിക്കുകയാണ്. എന്താ സംഭവിച്ചത്? ഇത്രത്തോളം വരുന്ന ആളുകളുടെ കണ്ണുകളിലേക്ക് ഒരു പിടി മണ്ണ് വാരി എറിയുമ്പോഴേക്ക് അവരുടെയൊക്കെ കണ്ണുകളിൽ പോയി മണ്ണ് വീഴുന്നു. ചരൽ കൊള്ളുകൊണ്ടുള്ള ഏറ് എത്ര ആളുടെ കണ്ണിലെത്തിക്കാൻ പറ്റും? പക്ഷേ റബ്ബ് സുബ്ഹാനഹു മുഅ്ജിസത്ത് പ്രകടമാക്കുകയാണ്. മനുഷ്യന് ചെയ്യാനാവാത്തത് റബ്ബ് ചെയ്യുന്നു. അമാനുഷികമായ കാര്യം അവിടെ റസൂലുള്ളാന്റെ ഏറിലൂടെ നടക്കുകയാണ്. അവിടെയുള്ള സൈന്യങ്ങളുടെ കണ്ണുകളിൽ ആ മണ്ണ് നിറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തോറ്റോടും ഉറപ്പാണ്, തോറ്റോടിപ്പോകും. പിന്തിരിഞ്ഞോടും റബ്ബുൽ കഅബ, കഅബയുടെ റബ്ബായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അവർക്ക് ഓടാതിരിക്കാനാവില്ല, അവർ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതെ, അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അവരെല്ലാവരും തിരിഞ്ഞോടുന്നു. എല്ലാവരും തിരിഞ്ഞോടി. നേരത്തെ ദുറൈദ് പറഞ്ഞതുപോലെയായി കാര്യം. തിരിഞ്ഞോടാൻ വിചാരിച്ചാൽ പിന്നെ ഭാര്യമാരും മക്കളും സമ്പത്തൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഓടണ്ടോന്ന് ഓടുന്ന ചെയ്യും. എല്ലാവരും ഓടി. എല്ലാവരും ഓടി. ഭാര്യമാരെ നോക്കിയില്ല, സ്ത്രീകളെ നോക്കിയില്ല, കുട്ടികളെ നോക്കിയില്ല, സമ്പത്ത് നോക്കിയില്ല, ആടുമാടൊട്ടകങ്ങളെ ശ്രദ്ധിച്ചില്ല. എല്ലാം വിട്ടേച്ചു കൊണ്ടോടുകയാണ്. നൂറുകണക്കിന് ആളുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു. ശത്രുക്കളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു.
അതേ അവസരത്തിൽ അത്ഭുതം നോക്കൂ, മുസ്ലിമീങ്ങളുടെ സംഖ്യയിൽ നിന്ന് ഇത്രത്തോളം ആളുകൾ ഉണ്ടായിട്ട് 4 പേര് മാത്രമാണ് ഷഹീദായത്. 4 പേരെ ഷഹീദായുള്ളൂ. പക്ഷേ ആദ്യത്തെ അറ്റാക്കിനിടയിൽ തിരിഞ്ഞോടുന്നതിനിടക്ക് വീണിട്ടും അല്ലാതെയും അമ്പ് കൊണ്ടിട്ടുമൊക്കെ ഒരുപാട് സഹാബിമാർക്ക് പരിക്ക് പറ്റിയിരുന്നു. പരിക്കും മുറിവൊക്കെ ഒരുപാട് ആളുകൾക്ക് പറ്റിയെന്നല്ലാതെ ജീവനാശം സംഭവിച്ചത്, ഷഹീദുകളായത് 4 സ്വഹാബിമാര് മാത്രമാണ്. സർവസമ്പത്തും അതേ എല്ലാം വിട്ടുകൊണ്ടവരോടിപ്പോയി. ഇങ്ങനെ ആദ്യഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കൊരു പരാജയമുണ്ടായ യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. പിന്നീട് വമ്പിച്ച വിജയത്തിലേക്കായെത്തിയത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങൾ ധാരാളമായി അറിയുകയും അവിടുത്തോടുള്ള മഹബ്ബത്തിനെ കൂടുതൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുകയും അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമികമായ വിശ്വാസാചാര അനുഷ്ഠാന സമ്പ്രദായ സ്വഭാവങ്ങളിൽ ജീവിതത്തിൽ വലിയ പ്രയോഗത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തോടുള്ള മഹബ്ബത്ത് നിലനിർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു നൽകുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.